വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും. എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സമയം പാഴാക്കരുത്. കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നീട് പരിഹസിക്കും, അതിനുശേഷം പുച്ഛിക്കും, അവസാനം ആക്രമിക്കും, എന്നിട്ട് നിങ്ങളുടെ വിജയം അംഗീകരിക്കും. ജീവിത വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണം എന്നില്ല, എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും ഉള്ളവരായിരിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും 3 പരിഹാരങ്ങളുണ്ട്. 1. അതിനെ അംഗീകരിക്കുക. 2. അതിനെ മാറ്റുക. 3. അതിനെ വിട്ടുകളയുക. ജീവിതത്തിലെ ഇന്നലകളെ നമുക്ക് മാറ്റാനാവില്ല. പകരം ഇന്ന് പ്രവർത്തിച്ച് നാളെയെ മാറ്റാനാകും. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ മനോഭാവമാണ്. കഠിനാധ്വാനം ചെയ്യാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിക്ക് സമമാണ്. പഠനങ്ങൾ പറയുന്നു, നിങ്ങൾ എത്ര സന്തോഷവാനാണോ നിങ്ങൾക്ക് അത്രയും കുറച്ചുറങ്ങിയാൽ മതി. എന്നാൽ മാനസികമായി അസ്വസ്ഥനായ ഒരാൾക്ക് എത്ര ഉറങ്ങിയാലും മതിയാവുകയില്ല. ഒരു മനുഷ്യന്റെ 1 മിനിറ്റിലെ കോപം 4 മുതൽ 5 മണിക്കൂർ വരെ അവരുടെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു. അമിതമായി ചിന്തിക്കുന്ന ആളുകളിൽ ഹൃദയാഘാതത്തിനും ആത്മഹത്യയ്ക്കും സാധ്യത കൂടുതലാണ്. സ്ത്രീകൾ തങ്ങളെക്കാൾ ഉയരം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഉയരം കൂടിയ പുരുഷന്മാർക്ക് തങ്ങളെ സംരക്ഷിക്കാൻ കഴിവ് കൂടുതൽ ഉണ്ടെന്ന് സ്ത്രീകൾ വിശ്വസിക്കുന്നു. തങ്ങളുടെ വികാരം മറച്ചുവെക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉള്ളവരാണ്. ആദ്യം ക്ഷമ ചോദിക്കുന്നയാൾ കുറ്റം ചെയ്തു എന്ന് അർത്ഥമില്ല. അയാൾ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ശുഭാപ്തി വിശ്വാസികൾക്കു മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ കഴിയൂ. നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സൗന്ദര്യമാണെങ്കിൽ നമ്മുടെ ഹൃദയം കീഴടക്കുന്നത് വ്യക്തിത്വമാണ്. വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ കഴിയും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.